മുബഷീർ പി അക്ബർ നമ്മളോടൊപ്പമുണ്ട്. മുബഷീർ, ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വിശേഷണം കേട്ടത് ക്രിസ്റ്റൽ ക്ലിയർ എന്നോ മറ്റോ ആയിരുന്നു. ഇപ്പോ എന്തായാലും പ്രതിരോധിച്ച നേതാവ് എന്നുള്ളതാണ്. ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ഏറെക്കുറെ ശരിയുമാണ്. രണ്ടത്താണിയെ നമ്മൾ ലീഗുമായി ചേർന്ന് മാത്രം കണ്ടിട്ടുള്ള ഒരു മുഖമാണ്. എത്രയോ കാലങ്ങളായി, പതിറ്റാണ്ടുകളായി ലീഗ് രാഷ്ട്രീയത്തിന്റെ മുഖമായി നിൽക്കുന്നയാളാണ്. ഇപ്പോഴും പക്ഷെ മത്സര സാധ്യത തള്ളിക്കളയുന്നില്ല എന്ന് മാത്രമല്ല, അറിയാതെയാണെങ്കിലും അദ്ദേഹം പറയുന്നത് വ്യാമോഹമെന്നാണ്. അതേ മാധു, തീർച്ചയായും അക്കാര്യത്തിൽ സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളൊരു ചോദ്യത്തിന് അത് പൂർണ്ണമായിട്ടും നിഷേധിക്കാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും തയ്യാറാകുന്നില്ല. നമുക്കറിയാം, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം. 2 തവണ താനൂരിൽ നിന്ന് വിജയിച്ച MLA ആണ്. ഒരു തവണ താനൂരിൽ നിന്ന് പരാജയപ്പെട്ടു, ഒരു തവണ പുനലൂരിൽ നിന്നും പരാജയപ്പെട്ടു. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയ സമയത്ത് തിരൂരങ്ങാടി അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. തെന്നല പഞ്ചായത്തിലെ ഒരു വിഭാഗം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അപ്രതീക്ഷിതമായിട്ട് PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തൻ PMA സമീറിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അപ്രതീക്ഷിതമായിട്ട് ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മുസ്ലിം ലീഗിനെ തന്നെ ഞെട്ടിച്ചത്. തഴയപ്പെട്ടു എന്ന് മാത്രമല്ല, ആരാണ് PMA സമീർ എന്നുള്ളത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. AK ആന്റണിയെ പോലെ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിച്ച ഒരു മണ്ഡലത്തിലേക്ക് ഒരു തരത്തിലുള്ള സംഘടനാ പാരമ്പര്യവുമില്ലാത്തൊരു വ്യക്തി എങ്ങനെയാണ് പരിഗണിച്ചത്? നിഷ്കളങ്കരായിട്ടുള്ള തങ്ങൾമാരെയൊക്കെ തന്നെ വഞ്ചിച്ചു ഇതിലൂടെ എന്നുള്ളതായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള ഒരു പരോക്ഷ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിട്ട് ഏകദേശം മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ആ ഒരു പോസ്റ്റ് പിൻവലിക്കാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി തയ്യാറായിട്ടില്ല. 2 തവണയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. നമ്മുടെ റിപ്പോർട്ടർ സോണൽ തുടർച്ചയായിട്ട് ചോദിച്ചിട്ടുണ്ട്, താങ്കൾ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം പറയാൻ തയ്യാറായിട്ടില്ല. താൻ ലീഗ് ഐഡിയോളജിയിലാണ് മുന്നോട്ട് പോകുന്നത്. CPM നേതാക്കളുമായിട്ട് വളരെ നല്ല ബന്ധമുണ്ട്. മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. പല നേതാക്കളും താനുമായി കൂടിയാലോചന നടത്തും. അതൊക്കെ തന്നെ സ്വാഭാവികമാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. താൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട നിലപാട് പറയും, പ്രതികരണം നടത്തുമെന്നുള്ളതാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ അടിയന്തര സെക്രട്ടേറിയറ്റ്, ജില്ലാ സെക്രട്ടേറിയറ്റ് CPM-ന്റെ ചേർന്നു. അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ മലപ്പുറം ജില്ലയിൽ പരിഗണിക്കപ്പെടുന്ന 3 സീറ്റുകൾ, തിരൂരങ്ങാടി, താനൂർ, തിരൂർ, ഇതിലേത് സീറ്റിലും അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിനത് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിച്ച് നമ്മൾ കേട്ടതാണ്. മുസ്ലിം ലീഗ് പ്രതിസന്ധിയിലായ ഘട്ടങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ലീഗിന് പ്രതിരോധം തീർത്ത നേതാവായിരുന്നു അബ്ദുറഹ്മാൻ രണ്ടത്താണി. അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ തുടർച്ചയായി അത്തരം വാദങ്ങൾ ഉയർത്തിയത് നമ്മൾ കേട്ടതായിരുന്നു. ഒരു ഘട്ടത്തിൽ CPM-നെ പോലും ഞെട്ടിച്ച ഒരു നീക്കമായി രണ്ടത്താണിയുടെ ഒരു തുറന്നു പറച്ചിൽ, അതിർത്തി രേഖപ്പെടുത്തൽ മാറി എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഒരു ഭാഗത്ത് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അല്പസമയം മുമ്പാണ് ആ ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ അവിടെ എത്തി അദ്ദേഹത്തിനോട് സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഒരു തരത്തിലും പിന്നോട്ട് പോയിട്ടില്ല, പിന്തിരിയാൻ തയ്യാറായിട്ടില്ല. ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ PM ഇസ്ലാമിനെ പോലെയുള്ള, KPM മജീദിനെ പോലെയുള്ള, അബ്ദുൽ വഹാബിനെ പോലെയുള്ള നേതാക്കൾ കടുത്ത ഭാഷയിൽ ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ നിലപാടിനെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. KPM മജീദ് പറഞ്ഞൊക്കെ തന്നെ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നവർ പാർട്ടിയുടെ ശത്രുക്കൾക്ക് തുല്യമാണെന്നുള്ളതാണ് KPM മജീദ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. തീർച്ചയായും KPM മജീദൊക്കെ അങ്ങനെ പറയണമെങ്കിൽ ആ സാധ്യത അവർ കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രണ്ടത്താണി അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന ചർച്ചകൾ വളരെ സജീവമായി നിൽക്കുകയുമാണ്. മുസ്ലിം ലീഗിനോട് ഇടഞ്ഞ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ ഇടതുപാളയത്തിൽ എത്തിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട്. 3 മണ്ഡലങ്ങളാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. തിരൂരോ, താനൂരോ, തിരൂരങ്ങാടിയോ, ഏത് സീറ്റ് വേണമെന്നൊന്ന് പറഞ്ഞാൽ മതി, അവിടെ പരിഗണിക്കുമെന്നുള്ളതാണ് വാഗ്ദാനം.